അത്തം 10-ന് പൊന്നോണം എന്നാണല്ലോ. ഓണാഘോഷത്തിനുള്ള ആരവം ഉയർത്തി ഇന്ന് അത്തമെത്തി. ഓണം ഹൈന്ദവ ആഘോഷമാണെന്ന് വാദിക്കുന്ന BJP-കാർക്ക് ഒരു നിബന്ധനയുണ്ട്. വിശ്വാസികൾ അത്തം മുതൽ ഓണം വരെ മദ്യപിക്കരുത് എന്ന്. അതുകൊണ്ട് നേരം പുലർന്നത് മുതൽ ബീവറേജസ് ഷോപ്പുകൾ അടപ്പിക്കാനുള്ള യുദ്ധത്തിന് BJP-കാർ തുടക്കമിട്ടു. എറണാകുളത്ത് ഷോപ്പിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർ ഷോപ്പ് അടപ്പിക്കാൻ ക്ഷുഭിതരായി മുദ്രാവാക്യം വിളിച്ചു. ക്യൂ നിന്ന കുടിയന്മാർ ജീവനും കൊണ്ട് വേദനയോടെ ഓടി. അപാരതീരം പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പോലീസും യുവമോർച്ചക്കാർക്കൊപ്പം കൂടി പാവപ്പെട്ട കുടിയന്മാരെ എല്ലാം അടിച്ചോടിച്ചു. അങ്ങനെ യുവമോർച്ച സമരം വൻ വിജയമാക്കി കൊടുത്തു. എന്തായാലും കുടിയന്മാർ വെറും കൈയോടെ മടങ്ങേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി വക സംഭാരം വെള്ളം എല്ലാവർക്കും വിതരണം ചെയ്തു. മദ്യമില്ലെങ്കിൽ എന്താ, സംഭാരം കിട്ടിയില്ലേ? ചേട്ടന്റെ സംഭാരം എരിവാണേ, അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ. ബാബുച്ചേട്ടന്റെ സംഭാരം എരിവാണേ, അത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാണേ. ഇതിലാണേ മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ഇതിലാണേ മായവുമില്ല, ഇതിലൊട്ടും മന്ത്രവുമില്ല, ഇത് താൻ ബാബു സംഭാരം. ബാബു 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 ബാബു. ാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ സംവദിച്ചത്. സമ്പൂർണ്ണമായ മദ്യനിരോധനം ഈ രാജ്യത്ത് ആവശ്യമാണ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് യുവമോർച്ച ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അത്തം മുതൽ ചതയം വരെ മദ്യം നിരോധിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് നാം മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടിട്ടുള്ള ഡിമാൻഡുകളെല്ലാം ഞങ്ങൾ അംഗീകരിക്കും, സമ്പൂർണ്ണമായ മദ്യനിരോധനം നടപ്പിലാക്കുവാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യനിരോധനം നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചത്, ഇവിടെ ബാറുകളെല്ലാം അടച്ചു പൂട്ടിക്കൊണ്ട്, ഇവിടെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാറുകളെല്ലാം അടച്ചു പൂട്ടിക്കൊണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഔട്ട്ലെറ്റുകളെല്ലാം കൺസ്യൂമർ ഫെഡിന്റെയും ബിവറേജ് കോർപ്പറേഷന്റെയും ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചുകൊണ്ട്, അത് മാത്രമല്ല ആ തുറന്നു വെക്കുന്ന സമയത്തിന്റെ ആ സമയം ക്രമീകരിച്ചുകൊണ്ട്, കൂടുതൽ സമയം കൂടി ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു കപ്പ് വെള്ളവും 101 കാന്താരി പതിവാണേ. മച്ചാന്റെ സംഭാരം നൈസാണെന്നാലും തൊണ്ടക്കരുവനിൻ പോലെയാ. ഇനി ഓണം വരെ സംഭാരവുമായി യുവമോർച്ചക്കാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഒടുവിൽ കുടിയന്മാർ മടങ്ങിയത്. സ്വകാര്യ മുതലാളിമാരുടെ ബിയർ വൈൻ പാർലറുകളിലേക്കോ പഞ്ചനക്ഷത്ര ബാറുകളിലേക്കോ മാർച്ച് നടത്താനും അടപ്പിക്കാനും എന്തായാലും യുവമോർച്ചയ്ക്കും BJP-ക്കും ത്രാണിയുണ്ടാകില്ല. ബാർ മുതലാളിമാർ പണ്ട് പറഞ്ഞ ആ സംഭാവനകൾ ഓർത്ത്. ബിവറേജസ് സർക്കാരിൻ്റേതായതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ. ബീവറേജസിൽ നിന്ന് നേരെ കൺസ്യൂമർ ഫെഡിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ?
അന്നൊരിക്കൽ പറഞ്ഞതുപോലെ മാനേജിംഗ് ഡയറക്ടർ ടോമിൻ തച്ചങ്കരി സങ്കടത്തിൽ തന്നെ കഴിയുകയാണ്. ഓണമാകുമ്പോൾ മദ്യഷോപ്പുകളിൽ നല്ല കച്ചവടമായിരിക്കും, നല്ല ലാഭവും കിട്ടും. അപ്പോഴും ജോലിക്കാരുടെ അവസ്ഥ കഷ്ടത്തിലാണ്. അവരുടെ ശമ്പളത്തെക്കുറിച്ച് ആലോചിച്ചാൽ ടോമിൻ തച്ചങ്കരിക്ക് ജീവിതം തന്നെ ലജ്ജാകരമാകും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ MD ആയിരിക്കുന്നത്. കാരണം 7000 രൂപയുടെ തൊഴിലാളികളെ ഇവിടെ കൂടുതൽ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് 7000 രൂപ ജീവിതത്തിൽ ഒരിടത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ട്. ഇവിടെ പാത്രം കഴുകാനിരിക്കുന്നവന് പോലും 15000 10000 രൂപ കിട്ടും. ഡെയിലി 450 500 രൂപ കിട്ടാൻ തമിഴന്മാരെ പോലും കിട്ടത്തില്ല. അപ്പോൾ 7000 രൂപയുള്ള കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 10 11 അത്രേ 10 അല്ലേ? 11 എത്ര ഒരു 12 8,600 കിട്ടുന്ന തൊഴിലാളികളുടെ MD ആയിട്ടിരിക്കുന്നത് എനിക്കൊരു വളരെ ലജ്ജാകരമായ കാര്യമാണ്. നിങ്ങൾക്കെല്ലാം ഈ ഡ്രസ്സ് മേടിക്കുന്ന തരത്തിലുള്ള ഒരു അപ്പോൾ ശമ്പളം കുറയ്ക്കാൻ കഴിയില്ല, മറിച്ച് ശമ്പളം കൂട്ടണം എന്നുള്ള ഏറ്റവും വലിയ വാദകരനാണ് ഞാൻ. അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തത് പിന്നെ എവിടെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്? അതിനകത്ത് അടുത്തത് നമ്മുടെ മറ്റു ആഡ് ചെയ്യുന്ന വാല്യൂ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പാക്കിംഗ് ചാർജുകളിനകത്ത് കുറയ്ക്കാൻ പറ്റുമോ? പാക്കിംഗ് മെറ്റീരിയൽ കുറയ്ക്കാൻ പറ്റുമോ? മറ്റേതൊക്കെ രീതിയിലാണ് ഇൻസെൻറ്റീവ് വഴി കൂട്ടാൻ പറ്റുമോ? അങ്ങനെയുള്ള മാർഗങ്ങൾ വഴി ഞാൻ അരിയുടെ കാര്യം പറഞ്ഞ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ്. നമ്മുടെ കോസ്റ്റിംഗ് തന്നെ മാറാതെ ഇവിടെ നഷ്ടം കുറയില്ല. ഇതിലെല്ലാം ഉപരിയാണ് കറപ്ഷൻ. എന്തുകൊണ്ട്? ഈ 26 രൂപയുടെ അരി വന്ന് ഗോഡൌണിൽ ഇറക്കണമെങ്കിൽ ഗോഡൌൺ മാനേജർക്ക് ഇറക്കണമെങ്കിൽ 10000 രൂപ. എത്ര പേര് പറഞ്ഞു? അപ്പൊ 10000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടിരുന്നവൻ 26 അരി എൻ്റെ പറ്റും, ആന്ധ്രയുടെ അരി മാറ്റി കർണാടക നടക്കും. അപ്പൊ കർണാടകയിൽ നിന്ന് കൊണ്ടിരുന്ന അരി 16 രൂപയ്ക്ക് 12 രൂപയ്ക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ ക്വാളിറ്റി പ്രശ്നമായി. ഈ ഇറക്കുന്ന ആളോ വിൽക്കുന്ന ആളോ അറിയുന്നുണ്ടോ ഏതരിയാ മാനേജിംഗ് ഡയറക്ടർ ഓർഡർ ചെയ്തെന്ന്? അറിയുന്നില്ല. അയാളുടെ സാമ്പിളില്ല. ത്രിവേണികളിൽ ഞാനിപ്പോൾ പോയി വന്ന ത്രിവേണികളിൽ അവരരി ഇറക്കി വെച്ചു, മോളിൽ നിന്നൊരു നിർദ്ദേശം വന്നു, ഇടുന്നു, വിൽക്കുന്നു. അപ്പം നമ്മളാരും ഇതിന് ട്രെയിൻഡ് അല്ല. ഇതിന് തക്ക ട്രെയിനിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം മെഡിക്കൽ രംഗത്തിലേക്ക് വന്നാലും മെഡിക്കൽ വിങ്ങിനും കിട്ടിക്കാണില്ല. കാരണം നമ്മളെല്ലാം വന്നിട്ടുള്ളത് കത്തുകളാലാണ്, കത്തുകളാൽ ബന്ധപ്പെട്ടവരാണ്. ഇവിടെ യോഗ്യതയോ പരീക്ഷയോ ഇന്റർവ്യൂവോ അങ്ങനെയുള്ള PSCയോ ഒന്നും വന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ പരിശീലനവും കിട്ടിയില്ല. ഇനി തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ തീരുമാനിച്ചാലോ? അതും നടക്കില്ല. കാരണം ഓരോ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ആവശ്യപ്രകാരമാണത്രേ കൺസ്യൂമർ ഫെഡിൽ ശമ്പളം കൊടുക്കുന്നത്. സംഘടനാ ശക്തി കൊണ്ടോ മറ്റ് സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒരു സ്ഥാപനത്തിന്റെ വെൽത്ത്, സമ്പത്ത് കവർന്നു കൊണ്ടുപോകാൻ ഞാൻ മാനേജിംഗ് ഡയറക്ടറോടത്തോളം കാലം സമ്മതിക്കില്ല. ഇവിടെ തുല്യ ജോലിക്ക് തുല്യ വേതനം, അതെല്ലാവരും സമ്മതിക്കുമോ? ആരെങ്കിലും പറയോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയോ തുല്യ വേതനയ്ക്ക് 2 ശമ്പളം? പക്ഷെ കൺസ്യൂമർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരേ ദിവസം അപ്പോയിന്റ്മെന്റ് വന്നവര് ഇഷ്ടക്കാർക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നു. ഏരിയ മാനേജർ, റീജിയണൽ മാനേജർ, ചീഫ് മാനേജർ, ഇങ്ങനെ. മറുകൂട്ടരോ സ്വാധീനമില്ലാത്തവരെന്നും ഇങ്ങനെ താഴെ കിടക്കുന്നു അല്ലേ? നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആൽക്കഹോൾ ഷോപ്പിൽ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ളവർ പോയി കാസർഗോഡിന്റെ ജില്ലാ മാനേജരായിട്ട് 14 വർഷക്കാലം ഇരിക്കുന്നു. ആ ഷോപ്പുകളിൽ നിൽക്കുന്നവരൊക്കെ 14-12 വർഷം ഇരിക്കും. ഞാൻ എല്ലാവരും മാറ്റി, എന്നിട്ടും 5 വർഷമേ പിടിച്ചുള്ളൂ. എന്തിന്? ഇത് ഈ കൺസ്യൂമർ ഫെഡിന്റെ സമ്പത്തിനും സൗകര്യങ്ങൾക്കും ഇവിടുത്തെ എല്ലാ തൊഴിലാളിക്കും ഒരുപോലെയുള്ള അവകാശമില്ലേ? സർക്കാരിന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇമാതിരി രാഷ്ട്രീയ സമ്മർദ്ദവുമായി മുന്നോട്ട് പോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? മന്ത്രിക്കാണെങ്കിൽ കൊലക്കേസ് ഒതുക്കാൻ തന്നെ നേരം തികയുന്നില്ല. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.